മൂന്നാറിൽ മുംബൈ സ്വദേശിനിയെ ടാക്സി ഡ്രൈവേഴ്സ് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്തു. യുവതിയുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഒക്ടോബർ 30 മൂന്നാറിലെത്തിയ മുംബൈ സ്വദേശിനി ജാൻവിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. He told us that because of the union, and then he basically warned us that if we still want to go by Uber, we have to call him to a different location, and then we have to meet him there and make sure that nobody notices us. So we went. We found the Uber guy, we started loading our bags, and as soon as we started doing that, out of nowhere, 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. എന്തായാലും നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഈ എല്ലാ മൂന്നാറിൽ മാത്രമല്ല വിനോദസഞ്ചാരികൾ വരുന്നിടത്തൊക്കെ തന്നെ അവർക്ക് തുണയായി വരുന്ന ഡ്രൈവേഴ്സിനോടും മറ്റുള്ള ആൾക്കാരോടും പറയേണ്ടത് ഈ നാട്ടിലെ ഓരോ ആളും ഒരു ടൂറിസ്റ്റിൻ്റെ ഒരു അംബാസഡർ ആയിരിക്കണം, കേരളത്തിൻ്റെ അംബാസഡർ ആയിരിക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുരനുഭവം ഈ വീഡിയോ തന്നെ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലേക്ക് വരുന്ന ഒട്ടും സേഫ് അല്ല എന്നുള്ള വാർത്തകൾ പ്രചരിക്കും. നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ വരുന്ന ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഞരമ്പ് രോഗികളുണ്ട് കേരളത്തിൽ എന്ന് പറയുന്നൊരു സാധനം വരെ ഉണ്ട്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാടിനെ പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളാണ് ഇത്തരക്കാർ. ഇത്തരക്കാരെ കയ്യാമം വയ്ക്കാൻ മൂന്നാർ പോലീസ് തയ്യാറാക്കണമെന്ന് പറഞ്ഞ ആമുഖത്തോടെ രാഹുൽ വിജയൻ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, പറയൂ. SKN മൂന്നാറിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലൊരു ജാൻവി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. 30 വിനോദസഞ്ചാരത്തിനായി എത്തിയതാണ് മുംബൈ സ്വദേശിയായിട്ടുള്ള ജാൻവി. കുമരകം സന്ദർശിച്ച ശേഷം മൂന്നാറിലേക്ക് എത്തുന്നു. അവിടെ എത്തി തിരികെ മടങ്ങുന്നതിന് വേണ്ടി, എറണാകുളത്തേക്ക് മടങ്ങുന്നതിന് വേണ്ടി യൂബർ ടാക്സി ബുക്ക് ചെയ്യുകയാണ്. യൂബർ ടാക്സിയിൽ കയറാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ഈ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ച് കുറച്ച് ആളുകൾ, അവർ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 5 പേർ ഈ ജാൻവിയുടെ അടുത്തേക്ക് എത്തുന്നത്. മാത്രമല്ല, ഈ യൂബർ ടാക്സി വിളിക്കാൻ പാടില്ല, യൂബർ ടാക്സിയിൽ പോകാൻ പാടില്ല, ഞങ്ങളുടെ ടാക്സിയിൽ തന്നെ പോകണം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന തരത്തിലുള്ള സംസാരമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ യൂബർ ടാക്സി ഓടുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികൾ ഈ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ ഉന്നയിച്ചിരുന്നു. അത് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ ഹൈക്കോടതിയിൽ നിന്നൊരു നിർദ്ദേശം വന്നിരുന്നു, യൂബർ ഓല ടാക്സികൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളുകളെ എടുക്കാം, യാത്ര നടത്താം, സഞ്ചാരം നടത്താം എന്നുള്ള നിർദ്ദേശമൊക്കെ വരികയും ചെയ്തിരുന്നു. അത് നിലനിൽക്കെയാണ് മൂന്നാറിലെ ഈ ടാക്സി ഡ്രൈവർമാർ എന്ന് പറയുന്ന ആളുകൾ സംഘടിച്ചെത്തുകയും ഈ സഞ്ചാരിയെ, ഈ ജാൻവിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല, ഈ യുവതി പോലീസിന്റെ സഹായം തേടിയിരുന്നു. ഇത്തരത്തിൽ ഒരു ഭീഷണി നേരിടുന്നുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസ് എത്തണമെന്ന് പറയുന്നു. അങ്ങനെ പോലീസ് എത്തിയപ്പോൾ പോലീസും ഈ ടാക്സി ഡ്രൈവർമാർക്കൊപ്പം നിന്നു. തനിക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് ഈ ജാൻവി പറയുന്നത്. മാത്രമല്ല, ഇനി ഒരിക്കലും കേരളത്തിലേക്ക് വിനോദസഞ്ചാരത്തിന് എത്തുകയാണെങ്കിൽ മൂന്നാറിലേക്ക് ഒരു കാരണവശാലും പോകില്ല എന്ന തരത്തിലും ഈ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വലിയ തരത്തിൽ നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ, ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ മൂന്നാർ പോലീസ് ഇപ്പോൾ എന്തായാലും കേസെടുത്തിരിക്കുകയാണ്. സംഘം ചേർന്ന് തടഞ്ഞു വെച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കണ്ടാലറിയാവുന്നവർക്കെതിരെ ഈ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട്. സ്കേൻ, എന്തായാലും മൂന്നാറിലെ ടാക്സിയുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്കേൻ, രാഹുൽ, ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് ഈ വീഡിയോ എന്ന് വെച്ചാൽ അവിടെ കുത്തിയിട്ട് ഈ റിപ്ലൈ കൊടുത്തേക്കുക, ജാൻവി, വി ആർ റിയലി സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് and we will see that those guilty are really punished by the Munnar police. This won't be repeated. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.